സകല കുരുത്തക്കേടുകളും ഒപ്പിച്ചു വെക്കുന്ന ഇവനാണ് നമ്മുടെ കഥാനായകൻ. അവന് ഡ്രഗ്സ് വിൽക്കാറുണ്ട്, മറ്റൊരാളുടെ കാറ് മോഷ്ടിച്ചിട്ട് അത് ഡ്രിഫ്റ്റ് ചെയ്ത് പോലീസിനെ വട്ടം കറക്കാറുണ്ട്. അങ്ങനെ നടക്കുന്ന ഇവന് സീക്രട്ട് സ്പൈ ആവാൻ ഒരു അവസരം ലഭിച്ചു. അത് അവന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു. ഇന്ന് ഞാൻ നിങ്ങൾക്കായി കൊണ്ടുവന്നിട്ടുള്ളത് 2014 പുറത്തിറങ്ങിയ കിങ്സ്മാൻ ദ സീക്രട്ട് സർവീസ് എന്ന ഒരു അടിപൊളി സിനിമയാണ്. കഥയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് 1997 മിഡിൽ ഈസ്റ്റിൽ നടക്കുന്ന ഒരു സംഭവമാണ്. ഇവിടെ കുറച്ച് ഏജന്റ്സ് ഒരു തീവ്രവാദിയെ കെട്ടിയിട്ട് ചോദ്യം ചെയ്യുകയാണ്. എന്നാൽ ആ തീവ്രവാദിയുടെ വായിൽ ഗ്രനേഡ് ഉണ്ടായിരുന്നു. ഹാരി എന്ന ഏജന്റിനെ പെട്ടെന്ന് ദൂരേക്ക് മാറ്റി തീവ്രവാദിയുടെ മുകളിലേക്ക് ലീ എന്ന ഏജന്റ് ചാടുകയാണ്. എന്നിട്ട് ലീ സ്വന്തം ജീവൻ കൊടുത്തു മറ്റുള്ള ഏജന്റ്സിനെ രക്ഷപ്പെടുത്തി. അപ്പോൾ ഇദ്ദേഹമാണ് ഹാരി ഹാർട്ട് ആൻഡ് ഇദ്ദേഹമാണ് മെർലിൻ. സോ ഇവിടെ ലണ്ടനിൽ ലീയുടെ ഭാര്യയെ കാണാനായി ഹാരി ചെന്നു. ലീയുടെ മരണ വാർത്ത പറയാനായി പുള്ളിക്കാരിക്ക് ഒരു മെഡൽ കൊടുത്തിട്ട് ഹാരി പറയാണ്, ഇതിന്റെ പിന്നിൽ ഒരു നമ്പർ ഉണ്ട്, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ആ നമ്പറിൽ വിളിച്ച് ഓപ്പറേറ്ററിനോട് ഓക്സ്ഫോർഡ്സ് നോട്ട് ബ്രോഗസ് എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ പുള്ളിക്കാരി സങ്കടത്തോടെ കരഞ്ഞുകൊണ്ട് പറയാണ്, എനിക്ക് നിങ്ങളുടെ ഒരു സഹായവും വേണ്ട, എനിക്ക് എന്റെ ഭർത്താവിനെ തിരിച്ചു വേണം. ഇത് മരിച്ചുപോയ ലീയുടെ മകനാണ് ആൻഡ് ഈ കുട്ടിയാണ് നമ്മുടെ കഥാനായകൻ. എക്സി എന്നാണ് പേര്. ഹാരി എക്സിക്ക് ആ മെഡൽ കൊടുത്തിട്ട് മോന് അമ്മയെ നന്നായി നോക്കണം എന്നും പറഞ്ഞിട്ട് പോവുകയാണ്. എവിടെയാണ് കഥ ആരംഭിക്കുന്നത്? ഇനി നമ്മൾ കാണാനായി പോകുന്നത് 17 വർഷങ്ങൾക്ക് ശേഷമുള്ള കഥയാണ്. ഇവിടെ അർജന്റീനയിൽ കുറച്ച് ഗുണ്ടകൾ ഒരു പ്രൊഫസറിനെ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ കസേരയിൽ കെട്ടിയിട്ടതായി കാണാം. പ്രൊഫസർ അർണോൾഡ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പോൾ അദ്ദേഹം ഈ ഗുണ്ടകളോട് പറയാണ്, നിങ്ങൾക്ക് ആളു മാറിപ്പോയതാണ്, എന്റെ കയ്യിൽ പണമൊന്നുമില്ല, ഞാൻ ഒരു സാധാരണക്കാരനായ യൂണിവേഴ്സിറ്റി പ്രൊഫസറാണ്. സർ, അതിന് ഞങ്ങൾക്ക് പണമൊന്നുമല്ല വേണ്ടത്, ഞങ്ങളുടെ ബോസ് അല്പനിമിഷത്തിനകം ഇവിടെ എത്തും, അദ്ദേഹം കാര്യങ്ങൾ വിശദമായി താങ്കൾക്ക് പറഞ്ഞു തരും. അപ്പോഴാണ് ആരോ അവിടെ കഥകിൽ തട്ടിയത്. സോ ഇദ്ദേഹം നമ്മുടെ കിങ്സ്മാനുടെ ഒരു ഏജന്റ് ആണ്. ജെയിംസ് എന്നാണ് പേര്. ജെയിംസ് പ്രൊഫസർ അർണോൾഡിനെ രക്ഷിക്കാനായിട്ടാണ് വന്നത്. അദ്ദേഹം അവിടെ വന്ന് ഒരു ഉഗ്രൻ ഫൈറ്റ് ചെയ്യുകയാണ്. അതായത് അത്രയും ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഏജന്റ് ആണ് അദ്ദേഹം. എന്നാൽ പെട്ടെന്ന് ദാ അവിടെ കഥകിന്റെ പുറത്ത് ആരോ നിൽക്കുന്നതായി ഏജന്റ് ജെയിംസ് കണ്ടു. അദ്ദേഹം തുറക്കാനായി പോയപ്പോൾ അദ്ദേഹത്തിന് ആരോ പിന്നിൽ നിന്ന് രണ്ടായി വെട്ടി. അതായത് അദ്ദേഹത്തിന്റെ ശരീരം മിഡിൽ നിന്ന് 2 കഷ്ണമാക്കി വെട്ടി. കാലുകൾ കൊണ്ട് ഈ സ്ത്രീയാണ് വെട്ടിയത്. സോ കാലുകളില്ലാത്ത മൂർച്ചയുള്ള വെപ്പുകാലുകളുള്ള ഈ സ്ത്രീയാണ് ഗസേൽ. പുള്ളിക്കാരി അവിടെയുള്ള ഡെഡ് ബോഡീസ് ഒക്കെ തുണി കൊണ്ട് മറച്ചു, എന്നിട്ട് കഥക് തുറന്നു. അപ്പൊ ഇതാണ് അവരുടെ ബോസ്. ഇദ്ദേഹം വളരെ ക്രൂരനായ അഥവാ സൈക്കോ ആയിട്ടുള്ള വലിയ ഒരു പണക്കാരനാണ്, അഥവാ ബില്യണയർ ആണ്. ആളുടെ പേര് റിഷ്മണ്ട് വാലന്റൈൻ എന്നാണ്. അദ്ദേഹത്തിന്റെ ആവശ്യം എന്താണ് എന്ന് അദ്ദേഹം പ്രൊഫസറിനോട് പറയാണ്. പക്ഷെ കഥ കാണുന്ന നമ്മൾക്ക് അത് എന്താണ് എന്ന് വ്യക്തമല്ല, കാരണം അത് പിന്നീടേ നമ്മൾക്ക് അറിയത്തുള്ളൂ. സോ ഇവിടെ നമ്മുടെ ഏജന്റ് ഹാരി കിങ്സ്മാൻ എന്ന ഒരു സ്യൂട്ട് സ്റ്റോറിലേക്ക് പോകുന്നത് കാണാം. അതിന്റെ അകത്ത് സീക്രട്ട് ആയിട്ടുള്ള സ്ഥലമുണ്ട്. അതായത് അവരെ രഹസ്യമായി ഓപ്പറേറ്റ് ചെയ്യുന്ന സംഘമാണ് കിങ്സ്മാൻ. അതിന്റെ ബോസ് ആണ് ആർത്തൂർ. അപ്പോൾ ജെയിംസ് കൊല്ലപ്പെട്ട വിവരം അവർക്ക് മെർലിൻ പറഞ്ഞു കൊടുക്കുകയാണ്. അർണോൾഡ് എന്ന പ്രൊഫസർ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിരുന്നു. അദ്ദേഹം വളരെ ബുദ്ധിശാലിയായ പ്രൊഫസറാണ്. അദ്ദേഹത്തെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഏജന്റ് ജെയിംസ് ചെന്നത്. എന്നാൽ അവിടുന്നാണ് ജെയിംസ് കൊല്ലപ്പെട്ടത്. പക്ഷെ ആരാണ് കൊന്നത് എന്ന് അറിയത്തില്ല. പക്ഷെ ഇവിടെ മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ, കിഡ്നാപ്പ് ചെയ്യപ്പെട്ട പ്രൊഫസർ അർണോൾഡ് ഇന്ന് രാവിലെ കൂടിയും യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിക്കാനായിട്ട് പോയിട്ടുണ്ട്. അതായത് അദ്ദേഹം സേഫ് ആണ്. സോ ആരാണ് ഇതിന്റെ പിന്നിൽ എന്ന് ഒരു ഐഡിയയുമില്ല. സോ ഇവിടെ കിങ്സ്മാനിലേക്ക് അവര് ഒരൊറ്റൊരു ഏജന്റിനെ മാത്രമായിട്ട് സെലക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആർത്തൂർ ഹാരിയോടാണ് പുതിയ ഏജൻസ് ആവാനുള്ള ആൾക്കാരെ സെലക്ട് ചെയ്യാനായി പറയുന്നത്. സോ ഇതാണ് നമ്മൾ കഥയുടെ തുടക്കത്തിൽ കണ്ട എക്സി എന്ന പയ്യൻ. 17 വർഷങ്ങൾക്ക് മുൻപ് ഹാരി കൊടുത്ത മാല ഇപ്പോഴും എക്സിയുടെ കഴുത്തിൽ തന്നെയുണ്ട്. ഇനി എക്സിയുടെ ജീവിതത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ, അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അമ്മയുടെയും മകന്റെയും ജീവിതം അത്ര നല്ലതല്ലായിരുന്നു. അമ്മ മറ്റൊരു വിവാഹം ചെയ്തിരുന്നു. അപ്പോൾ ഇതാണ് അമ്മയുടെ രണ്ടാമത്തെ ഭർത്താവ്. ആളുടെ പേര് ഡീൻ എന്നാണ്. ഡീൻ ആളൊരു ക്രിമിനൽ ആണ്. പല വൃത്തികെട്ട ബിസിനസ് ചെയ്തിട്ടൊക്കെയാണ് ഡീൻ പണം സമ്പാദിക്കുന്നത്. അതേപോലെ ഡീൻ ആണെങ്കിൽ ദിവസവും ഭാര്യയും സ്റ്റെപ്പ് സണ്ണായ നമ്മുടെ ഹീറോനെയും ഉപദ്രവിക്കും. ആള് ഭയങ്കര അബ്യൂസീവ് ആണ്. അതുകൊണ്ട് തന്നെ ഹീറോ പല തവണ അമ്മയോട് അദ്ദേഹത്തെ ഉപേക്ഷിക്കാനായി പറഞ്ഞിട്ടുണ്ട്. ഹീറോക്ക് ഒരു സ്റ്റെപ്പ് ബ്രദർ കൂടിയുണ്ട്. അതായത് ഹീറോന്റെ അമ്മക്കും രണ്ടാമത്തെ ഭർത്താവിനും ഉണ്ടായ കുട്ടി. ഹീറോക്ക് സ്റ്റെപ്പ് ബ്രദറിന് ഒരുപാട് ഇഷ്ടമാണ്. അച്ഛൻ ഈ കുട്ടിയെ മര്യാദക്ക് നോക്കാറൊന്നുമില്ല. ഹീറോ ആണ് അനിയനെ പൊന്നുപോലെ നോക്കുന്നതൊക്കെ. സോ ഇവിടെ ഹീറോ തന്റെ 2 കൂട്ടുകാരുടെ കൂടെ ബാറിൽ ചെന്നതാണ്. ആൻഡ് ഈ ബാർ ഹീറോന്റെ സ്റ്റെപ്പ് ഫാദറിന്റേതാണ്. അങ്ങേരാണ് ഈ സ്ഥലം ഭരിക്കുന്നതൊക്കെ. അങ്ങേക്ക് ഇവിടെ കുറെ ഗുണ്ടകൾ ശിങ്കിടികളായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഹീറോ തന്റെ കൂട്ടുകാരോട്
അങ്ങേരെ കുറിച്ചാണ് പറയുന്നത്. അതായത് ഒരു നാള് ഞാൻ അവന്റെ മോന്ത അടിച്ചു പൊട്ടിക്കും. അപ്പോൾ ഡീനിനെ അടിക്കുമെന്നൊക്കെ പറയുന്നത് ബാറിലുള്ള ഡീനിന്റെ കുറച്ച് ശിങ്കിടികൾ കേട്ടു. ഇവന്റെ പേര് നിക്ക് എന്നാണ്. നിക്ക് ഹീറോനോടും ഫ്രണ്ട്സിനോടും ബാറിൽ നിന്ന് പോകാനായി പറയാണ്. ഇവിടെ ഇനി നിങ്ങളെ കണ്ടുപോയാൽ നിങ്ങളുടെ 3 പേരുടെയും എല്ലൂരും എന്നൊക്കെ അവന്മാര് ഭീഷണിപ്പെടുത്തി പറയുന്നുണ്ട്. അങ്ങനെ ദേഷ്യത്തിൽ ഹീറോ അവനെ നോക്കി എഴുന്നേൽക്കുന്നത് കാണാം. എന്നാൽ ഹീറോ അവനെ ഒന്നും ചെയ്യാതെ സോറി സർ എന്ന് പറഞ്ഞ് ഹീറോ ഫ്രണ്ട്സിനെയും കൂട്ടി ബാറിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. എന്നാൽ ഹീറോ അങ്ങനെ ചുമ്മാതെ ഇറങ്ങി വരും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഹീറോ പെട്ടെന്ന് എഴുന്നേൽക്കുന്ന സമയത്ത് നിക്ക് കാണാതെ നിക്കിന്റെ പോക്കറ്റിൽ നിന്ന് അവന്റെ കാർ കീ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പുറത്ത് പാർക്ക് ചെയ്ത് അവന്റെ കാർ എടുത്ത് അവിടുന്ന് ഡ്രിഫ്റ്റ് ചെയ്ത് കളിക്കുകയാണ്. നിക്ക് ശബ്ദം കേട്ട് പുറത്തു വന്ന് നോക്കുമ്പോൾ നിക്ക് പൊന്നുപോലെ കൊണ്ടു നടക്കുന്ന കാർ ഹീറോ ഭയങ്കര റഫായിട്ട് ഡ്രിഫ്റ്റ് ചെയ്യുന്നു. ഹീറോയും ഫ്രണ്ട്സും നിക്കിന് മിഡിൽ ഫിംഗർ കാണിച്ചും തെറി പറഞ്ഞിട്ടും കാർ കൊണ്ട് സ്ഥലം വിട്ടു. അപ്പോൾ തന്നെ നിക്ക് ഡീനിനെ വിളിച്ച് കാര്യം പറഞ്ഞു. താങ്കളുടെ സ്റ്റെപ്പ് സൺ എന്റെ കാർ മോഷ്ടിച്ചു. അപ്പോ ദാ കാർ റിവേഴ്സ് വരുന്നു. മുന്നിൽ പോലീസ് ഉണ്ട്. എന്നാൽ നമ്മുടെ ഹീറോ മികച്ച ഒരു ഡ്രൈവർ തന്നെയാണ്. അങ്ങനെ കാർ റിവേഴ്സ് പോയിട്ട് പോലീസിനൊക്കെ വട്ടം കറക്കുകയാണ്. എന്നാൽ കാർ റിവേഴ്സ് പോകുന്ന സമയത്താണ് പെട്ടെന്ന് റോട്ടിലേക്ക് ഒരു ചെന്നായ ചാടിയത്. അങ്ങനെ ഹീറോന്റെ കൺട്രോൾ തെറ്റി കാർ ഒരു സ്ഥലത്ത് പോയിട്ട് ക്രാഷ് ആയി. അങ്ങനെ ഹീറോക്ക് പിടിക്കപ്പെടുമെന്ന് മനസ്സിലായി തന്റെ 2 കൂട്ടുകാരോടും ഇറങ്ങി ഓടാനായി ഹീറോ പറഞ്ഞു. അവര് ഇറങ്ങി ഓടിയതിനു ശേഷം ഹീറോ കാർ ഫസ്റ്റ് ഗിയറിലിട്ട് പോലീസ് കാറിനെ പോയി ഇടിച്ചു. അങ്ങനെ പോലീസ് നമ്മുടെ കഥാനായകനെ അറസ്റ്റ് ചെയ്തു. ഓഫീസർ ദേഷ്യത്തിൽ ഹീറോക്ക് ഒരു ഫോൺ കൊടുത്തിട്ട് പറയാണ്, വേണമെങ്കിൽ നിന്റെ അമ്മയെ വിളിച്ചിട്ട് പറഞ്ഞോ നീ ഇനി 1.5 വർഷം കഴിഞ്ഞിട്ടേ വീട്ടിലേക്ക് പോകൂ എന്ന്. അതായത് ഹീറോ ഈ ചെയ്തു കൂട്ടിയതിന് മിനിമം 1.5 വർഷമെങ്കിലും ജയിലിൽ കിടക്കണം. ഓഫീസർ പോയതിനു ശേഷം ഹീറോ ഫോണിൽ അമ്മയെ വിളിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ പെട്ടെന്നാണ് ഹീറോക്ക് പണ്ട് ഹാരി കൊടുത്ത മെഡലിനെ കുറിച്ച് ഓർമ്മ വന്നത്. ഹാരി പണ്ട് അമ്മയോട് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ആ മെഡലുള്ള നമ്പറിൽ വിളിച്ചാൽ മതി എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോ ആ നമ്പറിൽ വിളിച്ചപ്പോൾ ഒരു സ്ത്രീയാണ് ഓപ്പറേറ്റർ. പുള്ളിക്കാരിയോട് ഹീറോ ഞാൻ ഒരു പ്രശ്നത്തിൽ പെട്ടു, ഞാൻ സ്റ്റേഷനിലാണ് ഉള്ളത് എന്നൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരി റോങ് നമ്പർ എന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. വെയിറ്റ്, കട്ട് ചെയ്യല് എന്ന് പറഞ്ഞ് ഹീറോ ഹാരി പറഞ്ഞ ആ കോഡ് പറയാണ്, അതായത് ഓക്സ്ഫോർഡ്സ് നോട്ട് ബ്രോക്കേഴ്സ്. അങ്ങനെ പുള്ളിക്കാരി സർ നിങ്ങൾ പേടിക്കേണ്ട, നിങ്ങളുടെ കംപ്ലൈന്റ് ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാണ്. അതിനുശേഷം ഓഫീസറിന് ഒരു കോൾ വന്നു, അതായത് നിങ്ങൾ പിടിച്ചു വെച്ച ആ പയ്യനെ വെറുതെ വിടണമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഹീറോ മോചിതനായി. ഹീറോക്ക് എന്താണ് സംഭവിച്ചത് എന്നൊന്നും ഒരു ഐഡിയയും കിട്ടുന്നില്ല. അപ്പൊ അവിടെ പുറത്ത് ഹാരി ഹാർട്ട് ഉണ്ട്. അദ്ദേഹം എക്സി എന്ന് വിളിച്ചപ്പോൾ നിങ്ങൾ ആരാണ് എന്ന് എക്സി ചോദിച്ചു. എനിക്ക് നിന്നോട് തനിച്ച് സംസാരിക്കണം, എന്റെ പേര് ഹാരി ഹാർട്ട് എന്നാണ്, ഞാനാണ് നിനക്ക് ആ മെഡൽ ചെറുപ്പത്തിൽ തന്നത്. അങ്ങനെ അവര് 2 പേരും ബാറിൽ സംസാരിക്കാനായിട്ട് പോവുകയാണ്. സോ ഹാരി പറയാണ്, ഞാൻ പണ്ട് നിന്റെ അച്ഛന്റെ കൂടെ വർക്ക് ചെയ്താണ്, അദ്ദേഹമാണ് എന്റെ ജീവൻ രക്ഷിച്ചത്, അദ്ദേഹം കാരണമാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. നിന്റെ അച്ഛൻ ഒരു ധീരനായിരുന്നു. ഞാൻ ഇപ്പോൾ റിട്ടയർ ആയി, ഞാൻ കിങ്സ്മാൻ എന്ന സ്യൂട്ട് സ്റ്റോറിൽ ടൈലർ ആയിട്ട് ജോലി ചെയ്യുകയാണ്. അതിനുശേഷം ഹാരി ഹീറോനെ കുറിച്ച് ഹീറോനോട് തന്നെ പറയാണ്, അതായത് ഹീറോ നല്ല കഴിവുള്ള പയ്യനായിരുന്നു, നല്ല ജിംനാസ്റ്റിക് ചാമ്പ്യൻ ആയിരുന്നു, പട്ടാളത്തിൽ ചേരാനായി പോയതാണ്, എന്നാൽ ഇപ്പോൾ എല്ലാം ഉപേക്ഷിച്ചിട്ട് തല തെറിച്ചവനെ പോലെ നടക്കുകയാണ്. ഹീറോ ഡ്രഗ്സ് വരെ വിൽക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഹാരി ഹീറോനോട് ചോദിച്ചപ്പോൾ ദേഷ്യത്തിൽ ഹീറോ തന്റെ സ്റ്റെപ്പ് ഫാദറിനെ കുറിച്ച് പറഞ്ഞിട്ട് പിന്നെ ജീവിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറയാണ്. ആ സമയമാണ് നിക്കും ഗാങ്ങും അവിടെ എത്തിയത്. നിന്നെ ജയിലിൽ അടച്ചു എന്നാണല്ലോ ഞങ്ങൾ കരുതിയത്, ജെന്റിൽമാൻ മാന്യമായി സംസാരിക്കൂ എന്ന് ഹാരി അവരോട് പറഞ്ഞപ്പോൾ താൻ തന്റെ കാര്യം നോക്കിപ്പോയാൽ മതി പന്ന കിളവ എന്ന് അവര് ഹാരിയോട് പറയണം. അങ്ങനെ ഹാരി നടന്നുപോയി. കിളവന് ജീവനിൽ കൊതിയുണ്ട് എന്ന് ആ ഗുണ്ടകൾ പറയാണ്. എന്നാൽ ഹാരി പുറത്തേക്കല്ല പോകുന്നത്, മറിച്ച് അവിടുത്തെ കതകടച്ച് കുറ്റിയിടാനാണ്. എന്നിട്ട് ഒരു പഞ്ച് ഡയലോഗ് അടിച്ച് തന്റെ കയ്യിലുള്ള കൊട പിടിച്ച് ഗ്ലാസ് തൂക്കി നിക്കിന്റെ തലയിൽ എറിഞ്ഞു പൊട്ടിച്ചു. അതിനുശേഷം അടിപൊളി ഫൈറ്റ് ആണ്, അതായത് ടെക്നോളജി പരമായിട്ടുള്ള ഫൈറ്റ് എന്നൊക്കെ പറയില്ലേ. ഗുണ്ടകൾ ഹാരിയെ വെടിവെക്കാൻ നോക്കിയപ്പോൾ ഹാരി കുട തുറന്നു. അത് ബുള്ളറ്റ് പ്രൂഫ് ആണ്. ബുള്ളറ്റ് പ്രൂഫ് മാത്രമല്ല, കുടയുടെ അകത്തുനിന്ന് പുറത്തേക്ക് കാണാൻ കഴിയും. അതേപോലെ കുട വെച്ച് വെടിവെക്കാനും കഴിയും. അങ്ങനെ ഹാരി റബ്ബർ ബുള്ളറ്റ് കൊണ്ട് കുട വെച്ച് ഷൂട്ടൊക്കെ ചെയ്യുന്നുണ്ട്. ഒരുത്തൻ ഈ ഫൈറ്റ് കണ്ടിട്ട് ആരെയോ കോൾ ചെയ്യുകയാണ്. എന്നാൽ ആ സമയം ഹാരി തന്റെ വാച്ചിൽ അംനീഷ്യ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് വാച്ച് കൊണ്ട് അദ്ദേഹത്തിന്റെ കഴുത്തിലേക്ക് ടാർഗറ്റ് ചെയ്തു. അതായത് അദ്ദേഹം ഇപ്പോൾ ഇവിടുന്ന് കണ്ടതെല്ലാം ഇനി എഴുന്നേൽക്കുമ്പോൾ ഓർക്കില്ല, എല്ലാം മറക്കും. അതാണ് അംനീഷ്യ. അങ്ങനെ ഇതൊക്കെ കണ്ട് ഹീറോ ശരിക്കും ഷോക്കായി.
ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരാളെ ഹീറോ കാണുന്നത്. ഫൈറ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഹാരി ഹീറോന്റെ അടുത്ത് പോയിട്ട് പറയാണ്, സോറി, ഇന്നലെ എന്റെ ഒരു കൂട്ടുകാരൻ കൊല്ലപ്പെട്ടു. നിന്റെ അച്ഛനെയൊക്കെ അവന് പരിചയമുണ്ട്. എനിവേസ് ഇവിടെ നീ ഇപ്പോൾ കണ്ടതൊക്കെ മറക്കണമെന്ന് പറഞ്ഞ് ഹാരി ഹീറോനെ വാച്ച് കൊണ്ട് അംനീഷ്യ കൊടുക്കാനായിട്ട് പോവുകയാണ്. അപ്പൊ ഹീറോ പ്ലീസ് ഞാൻ ആരോടും പറയത്തില്ല എന്ന് പറയാണ്. അങ്ങനെ ഹാരി ഹീറോനെ തോളിൽ കൈവച്ച് ഹീറോനെ വെറുതെ വിട്ടു. സോ ഇവിടെ വീട്ടിലെത്തിയ ഹീറോനെ സ്റ്റെപ്പ് ഫാദർ വളരെ ക്രൂരമായിട്ട് തന്നെ മർദ്ദിക്കുകയാണ്. എന്നാൽ അവിടെ നടക്കുന്ന ശബ്ദമൊക്കെ ഹാരി കേൾക്കുന്നുണ്ടായിരുന്നു. നേരത്തെ തോളിൽ കൈവച്ചപ്പോൾ ഹീറോയുടെ തോളിൽ ഒരു ചിപ്പ് വെച്ചിട്ടുണ്ട്. ഡീന് ഹീറോനെ അടിച്ചിട്ട് ചോദിക്കാണ്, നിന്റെ കൂടെ ബാറിലുണ്ടായവൻ ആരാണ് എന്നൊക്കെ. അപ്പോഴാണ് പെട്ടെന്ന് അവിടെ ഹാരിയുടെ ശബ്ദം അവര് കേട്ടത്. സോ ഹാരി ഇവിടെ മൈക്രോഫോൺ വഴി സംസാരിക്കാണ്. അതായത്, ഇനി ആ പയ്യനെ തല്ലിയാൽ നീ പുറം ലോകം കാണത്തില്ല, നിനക്ക് എതിരെയുള്ള എല്ലാ എവിഡൻസും എന്റെ കൈവശമുണ്ട്. അതിനുശേഷം ഹീറോനോട് എന്നെ കാണാനായി നീ വരണമെന്നും ഹാരി പറയുന്നുണ്ട്. അങ്ങനെ ഹീറോ കിങ്സ്മാനിലേക്ക് ഹാരിയെ കാണാനായി ചെന്നു. താങ്കൾ ശരിക്കും ആരാണ്? എനിക്ക് ഉറപ്പാണ് നിങ്ങൾ ഒരു ടൈലർ അല്ല എന്ന്. എന്റെ കൂടെ വാ എന്ന് പറഞ്ഞ് ട്രയൽ റൂമിലേക്ക് ഹീറോനെ ഹാരി കൂട്ടിക്കൊണ്ടു പോവുകയാണ്. കണ്ണാടി നോക്കിയിട്ട് നിന്നെ കണ്ടിട്ട് എന്താണ് തോന്നുന്നത് എന്ന് ഹാരി ചോദിച്ചു. തോറ്റുപോയ ജീവിതം നയിക്കുന്നവൻ എന്ന് ഹീറോ പറയാണ്. അല്ല, ഞാൻ കാണുന്നത് നല്ലൊരു പൊട്ടൻഷ്യൽ ഉള്ള ലോയൽ ആയിട്ടുള്ള ഒരു പയ്യനെയാണ് എന്ന് ഹാരി പറയാണ്. നിന്നോട് ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് കിങ്സ്മാൻ ആവണോ? എന്ത് ടൈലർ ആവണോ എന്നോ? അല്ല, കിങ്സ്മാൻ ഏജന്റ്. അപ്പൊ ഹീറോ പറയാണ്, എനിക്ക് ജീവിതത്തിൽ ഒന്നും നഷ്ടപ്പെടാൻ ഇല്ല, ഞാൻ ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ഹാരി ആ കണ്ണാടിയിൽ തന്റെ കൈ വെക്കുകയാണ്. അതിനുശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ അവര് താഴേക്ക് പോകാനായി തുടങ്ങി. ഹീറോ ആളാകെ കൺഫ്യൂസ്ഡ് ആയി, എന്താ ഇവിടെ സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചു. ഈ സമയം കിങ്സ്മാനെ കുറിച്ച് ഹാരി ഹീറോനോട് പറയുന്നുണ്ട്. അതായത് കിങ്സ്മാൻ ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു സീക്രട്ട് ഏജന്റ് സർവീസ് ആണ്. ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റാതെ, എന്തിന് ഗവൺമെന്റിന് പോലും അറിയാത്ത സീക്രട്ട് സ്പൈ സർവീസ്. സോ ഇവിടെ അവര് ഭയങ്കര ആഴത്തിലേക്കായിട്ട് വന്നതായി കാണാം. അവിടെ ഒരു വാഹനമുണ്ട്. ഈ വാഹനത്തിന് എന്ത് പറയണമെന്നൊന്നും എനിക്ക് അറിയത്തില്ല. എന്തായാലും അവർ അതിൽ ഇരുന്നപ്പോൾ അത് വളരെ വേഗത്തിൽ മറ്റൊരു സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്ന വലിയ ഒരു പാലസ് പോലുള്ള വീട്ടിലേക്ക് പോകുന്നത് കാണാം. എന്നിട്ട് അവിടെ എത്തിയപ്പോൾ വാഹനത്തിന്റെ ഡോർ ഓപ്പൺ ആയി. സോ അവിടെയുള്ള ഓരോ സംഭവങ്ങളും കണ്ട് ഹീറോ ഭയങ്കരമായിട്ട് ഷോക്ക് ആവുന്നുണ്ട്. അവിടുത്തെ ഗാരേജ് നോക്കുകയാണെങ്കിൽ ഒരുപാട് കാറുകൾ, ഒരുപാട് പ്രൈവറ്റ് ജെറ്റുകൾ, ഹെലികോപ്റ്റേഴ്സ്, അങ്ങനെ പലതരം വാഹനങ്ങളാണ് അവിടെ പാർക്ക് ചെയ്തിട്ടുള്ളത്. സോ ഇവിടെ ഹീറോനെ ഹാരി ആണെങ്കിലും മെർലിനെ ഏൽപ്പിക്കുകയാണ്. മെർലിൻ ഹീറോനോട് ആ മുറിയിൽ കയറാനായി പറഞ്ഞു. അപ്പോൾ ആ മുറിയിൽ ഹീറോനെ പോലെ തന്നെ കുറച്ച് യുവാക്കളെ കാണാം. അങ്ങനെ അവരുടെ കൂടെ ഹീറോയും പോയി ചെന്നു. മെർലിൻ അവരോട് പറയാണ്, നിങ്ങൾ ഇനി നേരിടാനായിട്ട് പോകുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും ടഫസ്റ്റ് ഇന്റർവ്യൂസ് ആയിരിക്കും. ഇതിൽ നിന്ന് ഒരാൾക്ക് മാത്രമേ സെലക്ഷൻ കിട്ടുകയുള്ളൂ. സോ ഇവിടെ ഹീറോ ഉൾപ്പെടെ 9 പേരുണ്ട്. അതിൽ 2 സ്ത്രീകളുമുണ്ട്. അങ്ങനെ അവർക്ക് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് കൊടുത്ത് മെർലിൻ പോവുകയാണ്. അവർ എല്ലാവരും ആ റൂമിലായിരിക്കും താമസിക്കുക. അപ്പോ ഈ സ്ത്രീയാണ് റോക്സി, ഇവനാണ് ചാർലി. ചാർലിയും 2 പേരും ഹീറോന്റെ അടുത്തേക്ക് പരിചയപ്പെടാനായി വരികയാണ്. ഈ ചാർലി എന്നവൻ കാണാൻ ലുക്ക് ഉണ്ടെങ്കിലും ആൾ ഒരു ഊളയാണ്. ഒരു ബുള്ളി ടൈപ്പ് സ്വഭാവമാണ് ചാർലിന്റേത്. ഈ സ്ത്രീയുടെ പേര് അമേലിയ എന്നാണ്. ഓക്കെ, അങ്ങനെ അവരെല്ലാവരും പരിചയപ്പെട്ടു. സോ ഇവിടെ ആണെങ്കിൽ വില്ലന് ജെയിംസിനെ കുറിച്ച് ഒരാളോട് ചോദിക്കുന്നത് കാണാം. അതായത് ഇവൻ എന്തിനാണ് അവിടെ വന്നത്, എന്തിനാണ് ഇവൻ പ്രൊഫസറിനെ രക്ഷിക്കാനായി നോക്കിയത്, ഇവൻ എങ്ങനെ നമ്മുടെ സീക്രട്ട് മിഷൻ മനസ്സിലാക്കി. അപ്പൊ വാലന്റൈൻ എന്ന ബില്യണറായ വില്ലന് എല്ലായിടത്തും ആക്സസ് ഉണ്ട്. എന്നാൽ അദ്ദേഹത്തിന് എങ്ങനെയും ജെയിംസ് ആരാണ് എന്ന് കണ്ടെത്താനായിട്ട് സാധിച്ചിട്ടില്ല. സോ ഇവിടെ ഇവരെല്ലാവരും രാത്രി ഉറങ്ങാനായി കിടന്നു. ആ സമയം അവർ ഉറങ്ങാൻ കിടന്ന സ്ഥലത്ത് വെള്ളം കയറുന്നതായിട്ട് കാണാം. അങ്ങനെ എല്ലാവരും പാനിക്കായി, എന്താണ് ചെയ്യേണ്ടത് എന്ന് അറിയാതെ. അവിടെ ഡോർ തുറക്കാനായി ഹീറോ ആദ്യം നോക്കിയപ്പോൾ എങ്ങനെയും പറ്റുന്നില്ല. അവിടെ ഒരു ഗ്ലാസ് ഉണ്ട്. ഹീറോ അങ്ങനെ ആ ഗ്ലാസ് പോയിട്ട് ഇടിക്കുകയാണ്. അങ്ങനെ ആ ഗ്ലാസ് തകർക്കാനായി നോക്കുകയാണ്. അതിന്റെ വെളിയിൽ മെർലിൻ നിൽക്കുന്നതും കാണാം. എന്തായാലും ഹീറോ ആ ഗ്ലാസ് തകർത്തു. അവരൊക്കെ രക്ഷപ്പെട്ട് പുറത്തു വന്നു. അങ്ങനെ മെർലിൻ അവരോട് കൺഗ്രാറ്റ്സ്, നിങ്ങൾ നിങ്ങളുടെ ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു എന്ന് പറയാണ്. പക്ഷെ നിങ്ങൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തെങ്കിലും നിങ്ങൾ ആരും ജയിച്ചിട്ടില്ല. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം നിങ്ങൾ എല്ലാവരും മറന്നു, ടീം വർക്ക്. ഇപ്പോൾ അവരിൽ 8 പേര് മാത്രമേ ഉള്ളൂ. ഒരാളെ കാണുന്നില്ല, അത് അമീലിയാണ്. അമീലിയ മരണപ്പെട്ടു. അതിന് കാരണം ഇവര് ടീം വർക്ക് ചെയ്തത് കൊണ്ട് തന്നെയാണ്. സോ ഇവിടെ ഹാരി പ്രൊഫസർ അർണോൾഡിനെ കാണാനേ ചെന്നു. എന്നിട്ട് അദ്ദേഹത്തിന്റെ ചെവി പിടിച്ചിട്ട്, എങ്ങനെയാണ് എന്റെ കൊളീഗ് ജെയിംസ് കൊല്ലപ്പെട്ടത് എന്നൊക്കെ ചോദിക്കാണ്. തന്നെ രക്ഷിക്കാനായിട്ടാണ് അവൻ വന്നത്, പിന്നെ അവനെ ആരാണ് കൊന്നത് എന്നൊക്കെ ഹാരി ചോദിച്ചു. എന്നാൽ അദ്ദേഹം എനിക്ക് അറിയത്തില്ല എന്നും പറഞ്ഞ് അതേപോലെ അദ്ദേഹത്തിന്റെ തല പൊട്ടിത്തെറിച്ച് അദ്ദേഹം മരണപ്പെട്ടു. ജെയിംസ് ആകെ കൺഫ്യൂസ്ഡ് ആയി, ഇത് എങ്ങനെ സംഭവിച്ചു എന്ന്. അതിനുശേഷം കുറച്ചുപേർ അവിടെ ഹാരിനെ ഷൂട്ട് ചെയ്യാനായി എത്തി. എന്നാൽ ഹാരി അവിടെ ബോംബ് വെച്ച് പുറത്തേക്ക് ചാടനെ നോക്കിയപ്പോൾ ആ ബോംബ്
പെട്ടെന്ന് പൊട്ടുകയാണ് ചെയ്തത്. അപ്പൊ ഇവിടെ വാലന്റൈന്റെ സ്ക്രീനിൽ ഇംപ്ലാന്റ് ആക്ടിവേറ്റഡ് എന്ന് കാണാം. എന്നിട്ട് ഗസലിനോട് ചോദിക്കാണ്, ആരാണ് അവൻ? അവൻ എന്തിനാണ് പ്രൊഫസർ അർണോൾഡിനെ കാണാൻ ചെന്നത്? എനിക്ക് പ്രൊഫസറിനെ ഇഷ്ടമായിരുന്നു. അങ്ങേരെ അവൻ കാരണമാണ് എനിക്ക് കൊല്ലേണ്ടി വന്നത്. അവൻ ആരായാലും അവനെ പെട്ടെന്ന് കണ്ടുപിടിക്കണം. അവന്റെ ഉദ്ദേശം എന്താണ് എന്ന് അറിയണമെന്നൊക്കെ ഗസലിനോട് വില്ലൻ ഹാരിയെ കുറിച്ച് പറയുന്നുണ്ട്. ഇവിടെ മെർലിൻ കുറെ കൂട്ടിൽ ഒരുപാട് പട്ടിക്കുട്ടികളെ വെച്ചതായി കാണാം. അങ്ങനെ മെർലിൻ അവരോട് പറയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ പട്ടിയെ ചൂസ് ചെയ്യാം. നിങ്ങളുടെ അടുത്ത ടാസ്ക് ആ പട്ടിയെ നിങ്ങൾ വളർത്തണം, ട്രെയിൻ ചെയ്യണം. നിങ്ങളുടെ പട്ടി ട്രെയിൻഡ് ആവുന്ന അതേ സമയമായിരിക്കും നിങ്ങളും ട്രെയിൻഡ് ആവുക. അങ്ങനെ ഓരോരുത്തരും ഓരോ പട്ടിക്കുട്ടികളെ സെലക്ട് ചെയ്യുകയാണ്. അപ്പോൾ ഹീറോ സെലക്ട് ചെയ്തത് ഒരു പഗ്ഗിനെയാണ്. സോ ഗൈസ്, ഇവിടെ ഹാരി ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കിടക്കുന്നത് കാണാം. അവിടെ ഹീറോ ഹാരിയെ കാണാനെത്തി. എന്തായാലും ഹാരി റിക്കവർ ആവാൻ കുറച്ച് ടൈം എടുക്കും. അതിനുള്ളിലായിട്ട് നിങ്ങൾ നന്നായി ട്രെയിൻ ചെയ്ത് ഹാരിയെ പ്രൗഡ് ആക്കണം എന്നും മെർലിൻ ഹീറോനോട് പറയുന്നുണ്ട്. അപ്പൊ എല്ലാവരുടെയും പട്ടി അവരുടെ കൂടെ ഓടുമ്പോൾ ഹീറോന്റെ പട്ടി മാത്രം ഓടുന്നില്ല. പട്ടി ബലം പിടിച്ച് അവിടെ തന്നെ നിൽക്കുകയാണ്. ഹീറോ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല. അങ്ങനെ ഹീറോ പട്ടിയെ തന്നെ ജാക്കറ്റിന്റെ അകത്ത് ഇട്ടാണ് ഓടുന്നതും ട്രെയിൻ ചെയ്യുന്നതും ഒക്കെ. ഇവിടെ വാലന്റൈൻ ആണെങ്കിൽ ഒരുപാട് കോടിക്കണക്കിന് സിം കാർഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാണാം. എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശം എന്നൊക്കെ വയ്യ മനസ്സിലായിക്കോളും. രാത്രി ഹീറോ ഉറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വെള്ളം വീഴുകയാണ്. അങ്ങനെ ഹീറോ വീണ്ടും വെള്ളം കിട്ടി എന്ന് വിചാരിച്ച് പെട്ടെന്ന് എല്ലാവരോടും അലേർട്ട് ആവാനായിട്ട് പറയാണ്. എന്നാൽ അത് ചാർലി ഹീറോയെ ബുള്ളി ചെയ്യാനായിട്ട് ബക്കറ്റിൽ വെള്ളം കോരി ഒഴിച്ചതാണ്. അങ്ങനെ അവര് ചെറിയ തർക്കമൊക്കെ ആയപ്പോൾ ഹീറോനെ റോക്സി സമാധാനിപ്പിച്ച് പിടിച്ചു മാറ്റുകയാണ്. സോ ഇവിടെ അവരുടെ എക്സാം കഴിഞ്ഞു, ഷൂട്ടിംഗ് പ്രാക്ടീസ് ചെയ്യുന്നതൊക്കെ കാണാം. അങ്ങനെ പട്ടാളക്കാരെക്കാൾ കഠിനമായ പരിശീലനമാണ് അവർക്ക് കിട്ടുന്നത്. സോ ഇവിടെ വില്ലൻ ആണെങ്കിൽ രണ്ട് മുഖ്യ അതിഥികളെ തന്റെ വീട്ടിലേക്ക് ക്ഷണിച്ചു. ഇദ്ദേഹം പ്രൈം മിനിസ്റ്റർ ആണ് ആൻഡ് പുള്ളിക്കാരി പ്രിൻസസ് ആണ്. സോ ഇവിടെ വില്ലൻ അവർക്ക് വലിയ ഒരു ഓഫർ കൊടുത്തു. വില്ലന്റെ പ്ലാൻ എന്താണ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. പ്രൈം മിനിസ്റ്ററിന് കോടികൾ കയ്യിൽ കിട്ടുന്നത് കൊണ്ട് തന്നെ അദ്ദേഹം അപ്പോൾ തന്നെ വില്ലന്റെ പ്ലാൻ ഡീലാക്കി. എന്നാൽ പ്രിൻസസ് അതിന് സമ്മതിക്കുന്നില്ല. താനൊരു സൈക്കോ ആണ്, ഇതിന് ഞാൻ കൂട്ടുനിൽക്കത്തില്ല എന്നൊക്കെ പുള്ളിക്കാരി പറഞ്ഞപ്പോൾ വില്ലൻ പ്രിൻസസിനോട് ഇതല്ലാതെ വേറെ പ്ലാൻ ഇല്ല, നിങ്ങൾ എന്റെ പ്ലാൻ അറിഞ്ഞത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇവിടുന്ന് പുറത്തേക്ക് പോകാൻ ആവത്തില്ല എന്നും പറഞ്ഞ് ഗസൽ പ്രിൻസസിനെ പിടിച്ചു കൊണ്ടുപോവുകയാണ്. പ്രൈം മിനിസ്റ്ററിനോട് വില്ലൻ പറയാണ്, പ്രിൻസസിനെ അവര് കൊല്ലത്തൊന്നുമില്ല, പകരം പൂട്ടിയിടാനായിട്ടാണ് കൊണ്ടുപോകുന്നത്. അവളെ കൊന്നാലും പ്രശ്നമൊന്നുമില്ല എന്ന് പ്രൈം മിനിസ്റ്റർ സന്തോഷത്തോടെ പറയാണ്. കാരണം അങ്ങേർക്ക് ഇത് വലിയ ഒരു ഡീലാണ്. ഇവിടെ ഗസൽ പ്രിൻസസിനെ കൊണ്ടുപോകുന്ന സമയത്ത് പ്രിൻസസിന്റെ ഗാർഡ്സ് പ്രിൻസസിനെ രക്ഷിക്കാനായി നോക്കുന്നുണ്ട്. എന്നാൽ ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള ഗസൽ അവരൊക്കെ വളരെ നിസ്സാരമായിട്ട് കൊന്നുകളയുകയാണ്. സോ ഇവിടെ പ്രൈം മിനിസ്റ്ററിന്റെ കഴുത്തിൽ ഇംപ്ലാന്റ് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ഈ വില്ലന്റെ കൂടെ ആര് ഡീലാക്കിയാലും അവരുടെ കഴുത്തിലൊക്കെ അവർ ഈ ഇംപ്ലാന്റ് ചെയ്ത് വെക്കും. അങ്ങനെയാണ് നേരത്തെ തല പൊട്ടിത്തെറിച്ച് പ്രൊഫസർ മരണപ്പെട്ടത്. ഇവിടെ ഹാരി റിക്കവർ ആയി അദ്ദേഹത്തെ കാണാനായിട്ട് ഹീറോ ചെന്നു. നിന്റെ ഡോഗ് ട്രെയിൻഡ് ആയോ എന്ന് ചോദിച്ചപ്പോൾ ഹീറോ ഡോഗിനോട് സിറ്റ് എന്ന് പറഞ്ഞു. അങ്ങനെ ഡോഗ് ഇരിക്കുകയാണ്, അതായത് ട്രെയിൻഡ് ആയി. ഇപ്പോൾ 6 പേരാണ് ഫൈനലിസ്റ്റ് ആയിട്ടുള്ളത്. അതിൽ നമ്മുടെ ഹീറോയും റോക്സിയും ചാർലിയൊക്കെ ഉണ്ട്. ഇവിടെ മെർലിൻ ഹാരിയെ കാണാനായി വന്നു. എന്നിട്ട് അന്ന് പ്രൊഫസർ മരണപ്പെടുന്ന സമയത്ത് ഹാരിയുടെ സ്പെക്സിലുള്ള ക്യാമറ വിഷ്വൽസ് കാണിക്കുകയാണ്. അതിൽ അവർക്ക് മനസ്സിലായി പ്രൊഫസറിന്റെ കഴുത്തിൽ ഒരു ഇംപ്ലാന്റ് ഉണ്ടായിരുന്നു. അത് ആരോ കൺട്രോൾ ചെയ്യുന്നതാണ്. അത് പൊട്ടിത്തെറിച്ചാണ് അദ്ദേഹം മരണപ്പെട്ടത് എന്ന്. അത് കൺട്രോൾ ചെയ്യുന്നത് വാലന്റൈൻ എന്ന ബില്യനിയർ ആണ്. അദ്ദേഹം ഇന്നൊരു വലിയ അനൗൺസ്മെന്റ് നടത്തിയിട്ടുണ്ട്. അതായത് സാധാരണക്കാർക്ക് എല്ലാ വർഷവും $1000 ആണ് റീചാർജ് ചെയ്യാനായിട്ട് ചിലവാകുന്നത്. എന്നാൽ ഇനി അതിന്റെ ആവശ്യം ഉണ്ടാവത്തില്ല. ഞാൻ പുതിയ ഒരു സിം കാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഫ്രീ കോൾ, ഫ്രീ ഇന്റർനെറ്റ്, എല്ലാവർക്കും സൗജന്യം. അത് കേട്ട് ജനങ്ങൾക്കൊക്കെ ഒരുപാട് സന്തോഷമായി. കാരണം ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ് അത്. സോ ഇവരാണെങ്കിൽ വാലന്റൈന്റെ എംപ്ലോയീസിന്റെ ഒക്കെ കഴുത്തിൽ സൂം ചെയ്തപ്പോൾ അവരുടെ കഴുത്തിലും ഈ ഇംപ്ലാന്റ് ഉള്ളത് അവർ കണ്ടു. അങ്ങനെ അവർക്ക് മനസ്സിലായി വാലന്റൈന്റെ എല്ലാ ആൾക്കാരുടെ കഴുത്തിലും ഈ ഇംപ്ലാന്റ് ഉണ്ട് എന്ന്. സോ ഹാരി മെർലിനോട് പറയാണ്, എനിക്ക് വാലന്റീനെ കാണണം, അവനുമായിട്ട് ഒരു ഫേക്ക് ഐഡന്റിറ്റിയിൽ ഒരു മീറ്റിംഗ് വെക്ക്. സോ ഇവിടെ ഈ 6 പേരുടെ ഇപ്പോഴത്തെ ടാസ്ക് ഒരു ലൊക്കേഷനിൽ കറക്റ്റ് ആയിട്ട് വിമാനത്തിൽ നിന്ന് ജമ്പ് ചെയ്യുക എന്നതാണ്. എന്നാൽ ട്വിസ്റ്റ് എന്തെന്ന് വെച്ചാൽ അവര് ചാടിയതിനു ശേഷമാണ് മെർലിൻ അവരോട് പറയുന്നത്, നിങ്ങൾ 6 പേരിൽ നിന്ന് വെറും 5 പേർക്ക് മാത്രമേ പാരഷൂട്ട് ഉള്ളൂ എന്ന്. അങ്ങനെ അത് കേട്ടപ്പോ ഈ ചാടിയവർ 6 പേരും പാനിക്കായി. കാരണം ആർക്കാർക്കും പാരഷൂട്ട് ഇല്ലാത്തത്? അവർ ഇനി ടീം വർക്ക് ചെയ്താലേ അവർക്ക് രക്ഷയുള്ളൂ. അങ്ങനെ ഒരുത്തൻ സെൽഫിഷ് ആയതുകൊണ്ട് അവൻ ആദ്യം തന്നെ അവന്റെ പാരഷൂട്ട് ടെസ്റ്റ് ചെയ്തു. അവന് പാരഷൂട്ട് ഉണ്ട്. ബാക്കിയുള്ള 5 പേരും ഹീറോ പറഞ്ഞതുപോലെ സർക്കിൾ ആയിട്ട് പോവുകയാണ്. അങ്ങനെ ഓരോരുത്തരായിട്ട് പാരഷൂട്ട് ഓപ്പൺ ചെയ്തു
അവസാനം ബാക്കിയുള്ളത് വെറും ഹീറോയും റോക്സിയും മാത്രമാണ്. അങ്ങനെ റോക്സിയും ഹീറോയും കെട്ടിപ്പിടിച്ചുകൊണ്ട് റോക്സി പാരഷൂട്ട് ഓപ്പൺ ചെയ്തു. അതിൽ പാരഷൂട്ട് ഉണ്ട്. അങ്ങനെ അവര് രണ്ടുപേരും കൃത്യമായിട്ട് മാർക്കിൽ ലാൻഡ് ചെയ്തു. സോ ഇവിടെ 3 പേരെ മെർലിൻ എലിമിനേറ്റ് ചെയ്തു. കാരണം സ്വന്തം കാര്യം മാത്രം നോക്കിയത് കൊണ്ട്. അവരോട് വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് മെർലിൻ പറയാണ്. ഇപ്പോൾ ബാക്കിയുള്ളത് 3 പേര് മാത്രമാണ്. ഹീറോ, റോക്സി, ചാർലി. മെർലിൻ ഹീറോയുടെ അടുത്തേക്ക് വരണേ പറഞ്ഞു. എന്നിട്ട് മെർലിൻ ഹീറോന്റെ പാരഷൂട്ട് ഓപ്പൺ ചെയ്യുകയാണ്. അതായത് മെർലിൻ അവരെ വെറുതെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരാൾക്ക് പാരഷൂട്ട് ഇല്ല എന്ന് കള്ളം പറഞ്ഞത്. സോ ഇവിടെ ഹാരി വാലന്റൈന്റെ അടുത്തേക്ക് ഫേക്ക് ആയിട്ടുള്ള പേരിൽ ചെന്ന് കാണുകയാണ്. വാലന്റൈന്റെ ഫൗണ്ടേഷനിൽ വലിയ തുക ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഹാരി വാലന്റൈനെ കാണാൻ ചെന്നത്. അങ്ങനെ അവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. അങ്ങനെ ഹാരി ചെന്നതിന് ശേഷം വാലന്റൈന് ഓൾറെഡി മനസ്സിലായി അവൻ ഫേക്ക് ആയിട്ടുള്ള പേരിലാണ് വന്നത് എന്ന്. ഹാരി കുടിച്ച വൈനിൽ ഒരു ചിപ്പ് വാലന്റൈന് ഇട്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഇനി ഹാരി എവിടെയൊക്കെയാണ് പോകുന്നത്, എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ വില്ലന് ട്രാക്ക് ചെയ്യാൻ പറ്റും. വാലന്റൈന്റെ വീട്ടിൽ നിന്ന് കണ്ടെത്തിയ കാര്യങ്ങളൊക്കെ ഹാരി ആർത്തറിനോട് പറയുന്നുണ്ട്. അതുപോലെ പ്രിൻസസ് മിസ്സിംഗ് ആണ് എന്ന് ആർത്തർ ഹാരിയോട് പറയുന്നുണ്ട്. പ്രിൻസസ് മാത്രമല്ല വേറെയും പല സെലിബ്രിറ്റീസ് മിസ്സിംഗ് ആണ്. സോ ഇവിടെ പ്രിൻസസിനെ ഒരു സെല്ലിൽ വാലന്റൈൻ അടച്ചതായി കാണാം. അവിടെ വേറെയും ഒരുപാട് സെല്ലുകളുണ്ട്. അപ്പൊ വാലന്റൈനെ ഡീൽ അംഗീകരിക്കാത്ത സെലിബ്രിറ്റീസ് ഒക്കെയാണ് ഇതിലെ ഓരോ സെല്ലുകളിലും ഉള്ളത്. പ്രിൻസസിനോട് നിങ്ങൾ ഒരു യെസ് പറഞ്ഞാൽ നിങ്ങളെ ഇപ്പോൾ തന്നെ ഞാൻ വിട്ടയക്കും എന്നൊക്കെ വാലന്റൈൻ പറയുന്നുണ്ട്. എന്നാൽ എന്നെ കൊന്നാലും ഞാൻ നിങ്ങളുടെ ഡീൽ സമ്മതിക്കില്ല എന്ന് പ്രിൻസസ് പറഞ്ഞു. ശരി, അങ്ങനെയാണെങ്കിൽ താങ്കൾ ഇവിടെ തന്നെ കിടന്നാൽ മതി. സോ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജനങ്ങൾ എല്ലാവരും ഫ്രീ സിം മേടിക്കാനായി ക്യൂ നിൽക്കുകയാണ്. നമ്മുടെ ഹീറോന്റെ അമ്മയും ആ സിം മേടിച്ചിട്ടുണ്ട്. ഇവിടെ ഹീറോ, റോക്സി, ചാർലി ഇവരൊക്കെ ഒരു ബാറിൽ പോയപ്പോൾ അവരെ ഒരാൾ മദ്യത്തിൽ എന്തോ ചേർത്ത് ബോധം കെടുത്തുകയാണ്. ഹീറോ കണ്ണു തുറന്നപ്പോൾ ഹീറോ ഉള്ളത് ഒരു റെയിൽവേ ട്രാക്കിലാണ്. എന്നിട്ട് ഇദ്ദേഹം ഹീറോനോട് പറയാണ്, നിന്നെ രക്ഷിക്കണമെങ്കിൽ എന്റെ ഈ കത്തിക്ക് മാത്രമേ സാധിക്കൂ. പറ, എന്താണ് കിങ്സ്മാൻ, എന്താണ് അവരുടെ ഉദ്ദേശം? അത് പറഞ്ഞു തന്നാൽ നിന്നെ വെറുതെ വിടും, അല്ലെങ്കിൽ ട്രെയിൻ ഇടിച്ച് നീ ചാവും. നിന്റെ കൂടെയുണ്ടായ മറ്റു 2 പേർ അത് പറയാത്തത് കാരണം അവരെ 2 പേരെയും ഞാൻ കൊന്നുകളഞ്ഞു. പറ, നീ പറഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടാം. എന്നാൽ ഹീറോ പറയാൻ തയ്യാറായിട്ടില്ല. ട്രെയിൻ ഹീറോയെ ഇടിച്ചു കൊല്ലുകയാണ്. എന്നാൽ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. ട്രെയിൻ പാസ് ചെയ്തപ്പോൾ ഹീറോ കിടന്ന ട്രാക്ക് താഴത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. കണ്ണു തുറന്നപ്പോൾ മുന്നിൽ ഹാരി. സോ ഇതും ഒരു ടെസ്റ്റ് ആയിരുന്നു. ഈ ടെസ്റ്റിൽ റോക്സി ഓൾറെഡി ജയിച്ചു. പുള്ളിക്കാരി ഒന്നും പറഞ്ഞിട്ടില്ല. അതേപോലെ ഇപ്പോൾ ഹീറോയും പാസ്സായി. ഇനി അവസാനമുള്ളത് ചാർലിയാണ്. ചാർലി പേടിച്ച് എല്ലാം തുറന്നു പറഞ്ഞു, അവരുടെ പ്ലാൻസും എല്ലാം. ചാർലിയുടെ മേൽ ട്രെയിൻ ചെന്നു. ട്രാക്ക് താഴത്തേക്ക് പോയിട്ടുണ്ട്. കണ്ണു തുറന്നപ്പോൾ ആർത്തറാണ് മുന്നിൽ. അപ്പോഴാണ് ചാർലി അറിയുന്നത് ഇതൊരു ടെസ്റ്റ് ആയിരുന്നു എന്ന്. അങ്ങനെ ചാർലിയും എലിമിനേറ്റഡ് ആയി. സോ ഇവിടെ വില്ലൻ ഒരു വലിയ മെഷീനിൽ തന്റെ കൈ വെക്കുന്നത് കാണാം. ഈ മെഷീൻ വളരെ ഡേഞ്ചറസ് ആണ്. വില്ലന്റെ കൈ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയത്തുള്ളൂ. സോ ഇവിടെ കിങ്സ്മാനിലേക്ക് ഹാരി ഹീറോനെ കൂട്ടി പോവുകയാണ്. എന്നാൽ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു ട്രയൽ റൂമിൽ ആരോ സ്യൂട്ട് ട്രൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഹാരി ഹീറോനെ മറ്റൊരു ട്രയൽ റൂമിലേക്ക് കൊണ്ടുപോവുകയാണ്. അതിന്റെ അകത്ത് ഒരു സീക്രട്ട് റൂമുണ്ട്. അവിടെ മുഴുവനും ഹൈ ടെക്നോളജി വെപ്പൺസ് ആണുള്ളത്. അങ്ങനെ അതിനെ കുറിച്ചൊക്കെ ഹാരി ഹീറോക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. എന്നിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം അവര് കാണുന്നത് ഈ വില്ലനെയാണ്. സോ മറ്റേ ട്രയൽ റൂമിൽ ഉണ്ടായത് വേറെ ആരുമല്ല, ഇദ്ദേഹം തന്നെയാണ്. അങ്ങനെ ഹാരിയുടെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് ഇവിടെ എത്തിയതാണ്. അദ്ദേഹം സ്യൂട്ട് മേടിച്ചിട്ടാണ് അവിടുന്ന് പോകുന്നത്. എന്നാൽ അത് മുന്നേ മനസ്സിലാക്കിയ ഹാരി അദ്ദേഹം വാങ്ങിയ സ്യൂട്ടിലെ ഹാറ്റിൽ ഹിഡൻ ട്രാക്കറും മൈക്കും വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ വാലന്റൈൻ എന്തൊക്കെയാണ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെ ഹാരിക്ക് നിരീക്ഷിക്കാൻ കഴിയും. സോ ഇവിടെ ഇവരുടെ ലാസ്റ്റ് ടാസ്ക്, അതായത് ഹീറോയും റോക്സും ഇവരിൽ ഒരാളെ മാത്രമേ സെലക്ട് ചെയ്യൂ. അങ്ങനെ ആർത്തറാണ് ഹീറോനെ വിളിച്ചത്, മെർലിൻ റോക്സിയെയും. ആർത്തർ അങ്ങനെ ഹീറോക്ക് ഒരു തോക്ക് കൊടുത്തു. അതേപോലെ മെർലിനും റോക്സിക്ക് ഒരു തോക്ക് കൊടുത്തു. എന്നിട്ട് അവർക്ക് കൊടുത്ത ടാസ്ക് അവർ ഇത്രയും കാലം വളർത്തിയ അവരുടെ പട്ടിയെ കൊല്ലാൻ വേണ്ടിയാണ്. എന്നാൽ ഹീറോക്ക് എങ്ങനെയും ആ പട്ടിയെ കൊല്ലാൻ മനസ്സ് വരുന്നില്ല. കാരണം ഹീറോ അത്രയും സ്നേഹിച്ച് വളർത്തിയതാണ്. എന്നാൽ റോക്സി താൻ വളർത്തിയ പട്ടിയെ കൊല്ലുകയാണ്. അങ്ങനെ കിങ്സ്മാനിലേക്ക് റോക്സിക്ക് സെലക്ഷൻ കിട്ടി. അതേപോലെ ഹീറോ എലിമിനേറ്റഡ് ആയി. ഹീറോ എലിമിനേറ്റഡ് ആയിട്ട് പോകുന്ന സമയത്ത് ദേഷ്യത്തിൽ ഹാരിയുടെ കാറ് മോഷ്ടിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. എന്നിട്ട് അമ്മയെ കുറെ കാലങ്ങൾക്ക് ശേഷം കണ്ടപ്പോൾ അമ്മക്ക് ഭയങ്കര സന്തോഷമായി. അമ്മയുടെ കണ്ണിൽ മുറിവ് ഹീറോ കണ്ടു. അപ്പോൾ അത് സ്റ്റെപ്പ് ഫാദർ മർദ്ദിച്ചതാണ്. അങ്ങനെ ഹീറോ അദ്ദേഹത്തെ ഒരു പാഠം പഠിപ്പിക്കാനായിട്ട് പോവുകയാണ്. എന്നാൽ അവിടെ എത്തി അദ്ദേഹത്തെ ഹീറോ തല്ലാനായിട്ട് പോകുമ്പോൾ ഹാരിയുടെ കാറിന്റെ വിൻഡോ ഓട്ടോമാറ്റിക് ആയിട്ട് അടയുകയാണ്. അതേപോലെ ഡോറും ലോക്കായി. അതിനുശേഷം കാർ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ പോവുകയാണ്. അതായത് ഹാരിയാണ് ആ കാർ തന്റെ ഐപാഡിൽ കൺട്രോൾ ചെയ്യുന്നത്. അങ്ങനെ ഹീറോനോട്, നീ എന്തിട്ടാണ് അത് ചെയ്യാത്തത്? എനിക്ക് നിന്നെ ഒരുപാട് വിശ്വാസം ഉണ്ടായിരുന്നു, നിനക്ക് നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് എന്നൊക്കെ ഹാരി ഹീറോനോട് പറയുന്നുണ്ട്.
എന്നാൽ എനിക്കതിന് പറ്റിയിട്ടില്ല എന്ന് ഹീറോ പറയാണ്. ഇപ്പോൾ ഹീറോക്ക് കുറ്റബോധമുണ്ട്. കാരണം തനിക്ക് സെലക്ഷൻ കിട്ടാത്തതിൽ. ആ സമയമാണ് മെർലിൻ ഹാരിയെ വിളിച്ചിട്ട് വില്ലൻ ഒരു പള്ളിയിൽ നിന്ന് ഓപ്പറേഷൻ ചെയ്യാനായി പോവുകയാണ് എന്ന് പറയാണ്. അതായത് ഒരു പള്ളിയിൽ നിന്ന്, ഒരു ക്രിസ്ത്യൻ പള്ളിയിൽ നിന്ന് വില്ലൻ എന്തോ ഒരു മിഷൻ ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. എന്നാൽ എന്താണ് അവന്റെ ഉദ്ദേശം എന്നൊന്നും ഇവർക്ക് വ്യക്തമല്ല. എന്നാൽ ആ പള്ളിയിലെ ലൊക്കേഷൻ ഹാരിക്ക് കിട്ടി. അങ്ങനെ ഹാരി ആ പള്ളിയിലേക്ക് വില്ലൻ ആ മിഷൻ നടത്താനായി പോകുന്ന ആ ദിവസം പോകാനായി ഒരുങ്ങുകയാണ്. സോ ഇവിടെ പള്ളിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് ചോദിച്ചാൽ അവിടെ പള്ളിയിലുള്ള മെജോറിറ്റി ആൾക്കാരുടെ കയ്യിലും വില്ലന്റെ സിം കാർഡ് ഉണ്ട്. അങ്ങനെ അത് വില്ലൻ കൺട്രോൾ ചെയ്ത് അവിടെ ഒരു ന്യൂറോളജിക്കൽ വേവ് ആക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഭയങ്കര വയലന്റ് ആവും. വില്ലൻ അത് ആക്ടിവേറ്റ് ചെയ്തപ്പോൾ സിം കാർഡ് ഉള്ളവർ മാത്രമല്ല അതിന് ചുറ്റുമുള്ള എല്ലാവരും ഭയങ്കര വയലന്റ് ആയിട്ട് അപ്പുറവും ഇപ്പുറവുമായിട്ട് തല്ലുകൂടുകയാണ്. ഇതൊരു അടിപൊളി ഫൈറ്റ് സീനാണ്. നിങ്ങൾ ഈ സിനിമ ഫുൾ ആയിട്ട് കണ്ടിട്ടില്ലെങ്കിലും പ്രശ്നമില്ല. ബട്ട് ഈ ഒരു സീന് നിങ്ങൾ യൂട്യൂബിലൊക്കെ ഉണ്ടെങ്കിൽ ഫുൾ ആയിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. കാരണം അത്രയും അടിപൊളി സീനാണ് ഇത്. അതായത് നമ്മുടെ ഹാരിയുടെ ഒരു അടിപൊളി ഫൈറ്റ്. എല്ലാവരും വയലന്റ് ആയി, നമ്മുടെ ഹാരിയും വയലന്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഹാരി ആണെങ്കിൽ എല്ലാവരും കൊല്ലുകയാണ്. വെടിവെച്ചിട്ടും കത്തി കൊണ്ട് കുത്തിയിട്ടും അങ്ങനെ ഭയങ്കര വയലൻസ് ആണ് ഈ ഒരു സീന് മുഴുവനും. അങ്ങനെ എല്ലാവരും അപ്പുറവും ഇപ്പുറവും കൊന്നു കളയുകയാണ്. മെജോറിറ്റി ആൾക്കാരെ കൊല്ലുന്നതും നമ്മുടെ ഹാരി തന്നെയാണ്. അങ്ങനെ ഫൈനലി എല്ലാവരും കൊല്ലപ്പെട്ടു. നമ്മുടെ ഹാരി മാത്രമേ ജീവനോടെ ബാക്കിയുള്ളൂ. അങ്ങനെ വില്ലൻ ആണെങ്കിൽ ആ വേവ്സ് ഓഫ് ചെയ്തു. അങ്ങനെ ഹാരിക്ക് പിന്നെ ഒന്നും മനസ്സിലാവുന്നില്ല. എന്താണ് ഇവിടെ സംഭവിച്ചത്? ഞാൻ എന്തിനാണ് ഇവരെയൊക്കെ കൊന്നത്? ഒന്നും ഹാരിക്ക് മനസ്സിലാവുന്നില്ല. ഹാരി പുറത്തേക്ക് പോയപ്പോൾ ദാ അവിടെ വില്ലൻ നിൽക്കുന്നു. ഇവിടെ ഇപ്പോൾ എന്താണ് നടന്നത്, എന്താണ് തന്റെ പ്ലാൻ എന്നൊക്കെ വില്ലൻ ഹാരിയോട് പറയാണ്. ജനങ്ങൾക്ക് ഫ്രീ സിം കാർഡ്സ് കൊടുത്ത് ന്യൂറോളജിക്കൽ വേവ് ഉണ്ടാക്കി എല്ലാവരും തമ്മിൽ അടുപ്പിച്ച് കൊല്ലിക്കണം. അതാണ് ഈ സൈക്കോ ബില്യനെയറിന്റെ ഉദ്ദേശം. അതിനുശേഷം മറിച്ച് ഡയലോഗ് ഒന്നും അടിക്കാതെ ആ വില്ലൻ ആണെങ്കിൽ പെട്ടെന്ന് തോക്കെടുത്ത് ഹാരിയെ വെടിവെച്ച് കൊന്നുകളഞ്ഞു. ഇതൊക്കെ കമ്പ്യൂട്ടറിൽ ഹീറോയും മെർലിനും ആർത്തറൊക്കെ കാണുന്നുണ്ടായിരുന്നു. അവരൊക്കെ ശരിക്കും ഷോക്കായി. കാരണം അത്രയും മികച്ച ഒരു ഏജന്റ് ആണ് ഹാരി. ആ ഹാരിയാണ് അവൻ കൊന്നത്. ഇവിടെ ഹീറോ ആർത്തറിനെ കാണാനായി ചെന്നു. അദ്ദേഹം അവിടെ ഹീറോക്ക് വേണ്ടി ഗ്ലാസ്സിൽ വൈൻ ഒഴിച്ചു വെച്ചിട്ടൊക്കെയുണ്ട്. എന്നാൽ അദ്ദേഹത്തിന്റെ സംസാരത്തിലൊക്കെ ഹീറോക്ക് ഒരു പന്തികേട് തോന്നി. അത് മാത്രമല്ല ആർത്തറിന്റെ കഴുത്തിലും ഹീറോ ഇംപ്ലാന്റ് കാണുകയാണ്. അങ്ങനെ ഹീറോക്ക് മനസ്സിലായി ആർത്തർ വില്ലന്റെ ആളാണ് എന്ന്. ആർത്തർ ഒഴിച്ചു വെച്ച വൈൻ ഗ്ലാസ് ഹീറോ കാണാതെ മാറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഹീറോക്ക് വേണ്ടി ഒഴിച്ചതാണ് ആർത്തർ കുടിച്ചത്. അപ്പോ അദ്ദേഹം ഹീറോനെ കൊല്ലാനായിട്ടാണ് പോയത്. എന്നാൽ ആർത്തർ തന്നെ ആ വൈന് കുടിച്ചതിന് ശേഷം മരണപ്പെടുകയാണ്. അതിനുശേഷം ഹീറോ ആണെങ്കിൽ ഒരു പെണ്ണ് കൊണ്ട് ആർത്തറിന്റെ കഴുത്തിൽ കുത്തിയിട്ട് ആ ഇംപ്ലാന്റ്സ് പുറത്തെടുക്കുകയാണ്. അതിനുശേഷം ഈ കാര്യങ്ങളൊക്കെ ഹീറോ മെർലിനോടും റോക്സിയോടും ചെന്ന് പറഞ്ഞു. വില്ലൻ പ്ലാൻ ചെയ്യുന്നത് എല്ലാവരും തമ്മിലടിപ്പിച്ച് കൊല്ലാൻ വേണ്ടിയാണ്. അങ്ങനെ അത് തടയാനായി ഇവര് 3 പേരും പ്രൈവറ്റ് ജെറ്റ് എടുത്ത് പറക്കുകയാണ്. സോ ഈ മഞ്ഞ കളർ സാധനം എന്താണെന്ന് വെച്ചാൽ ഇതാണ് ട്രാൻസാറ്റ്മോസ്ഫിയറിക് വെഹിക്കിൾ. സോ ഇത് വെച്ച് വാലന്റൈന് സിം കാർഡ് ഒക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് തകർക്കണം. അങ്ങനെ അവർക്ക് കുറച്ച് എക്സ്ട്രാ ടൈം കിട്ടും. ആ സമയം കൊണ്ട് വാലന്റൈന്റെ മിഷൻ നമ്മൾ ഇല്ലാതെയാക്കണം. അപ്പോൾ ഈ വെഹിക്കിൾ വെച്ച് സാറ്റലൈറ്റ് തകർക്കാനായിട്ട് പോകേണ്ടത് റോക്സിയാണ്. സോ ഇവിടെ റോക്സി റെഡിയായി നിൽക്കുകയാണ്. എന്നിട്ട് പുള്ളിക്കാരി പറന്നുപോയി. ഫ്ലൈറ്റിൽ നിന്ന് ഹീറോക്ക് മെർലിൻ കോട്ടും സ്യൂട്ടുമുള്ള പെട്ടി കൊടുത്തു. ഇത് നിനക്കായിട്ട് ഹാരി സെലക്ട് ചെയ്താണ് എന്നും മെർലിൻ പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ വില്ലന് മാസ് ജനോസൈഡ് ചെയ്യാനായിട്ട് പോവുകയാണ്. തന്റെ വേണ്ടപ്പെട്ടവർ മാത്രമാണ് ഇവിടെ ഈ ലൊക്കേഷൻ ഉള്ളത്. സോ ഇവിടെ ദാ നമ്മുടെ ഹീറോ കോട്ടും സ്യൂട്ടും ഒക്കെ ധരിച്ച ആള് മിടുക്കനായി. സോ ഇവരും ഇപ്പോൾ ഫ്ലൈറ്റിൽ എത്തിയിട്ടുള്ളത് വാലന്റൈന്റെ അടുത്തേക്കാണ്. ആൻഡ് അവർ ഫേക്ക് ആയിട്ടുള്ള പേരിൽ ഫേക്ക് ഐഡീസ് യൂസ് ചെയ്താണ് ഇവിടെ എത്തിയത്. സോ ഹീറോ അകത്ത് ചെന്നു. മെർലിൻ ഫ്ലൈറ്റിൽ തന്നെ ഇരിക്കുകയാണ്. എന്നിട്ട് അവിടുന്ന് വാലന്റൈന്റെ കമ്പ്യൂട്ടർ അദ്ദേഹം ഹാക്ക് ചെയ്ത് ആക്സസ് ചെയ്യാനായി നോക്കുകയാണ്. പക്ഷെ അവിടെ ചാർലി എന്നവൻ എത്തിയിട്ടുണ്ട്. അവൻ വാലന്റൈന്റെ ആളാണ്. അങ്ങനെ കഴുത്തിൽ കത്തിവെച്ച് വാലന്റൈനോട് ചാറിനെ പിടികൂടി എന്ന് പറയാണ്. എന്നാൽ ഹീറോ അവനെ ഇടിച്ചിട്ടിട്ട് പുറത്തേക്ക് ഓടുകയാണ്. ഓടുന്ന സമയത്ത് ഒരുപാട് പേര് ഹീറോനെ വെടിവെക്കാനായി നോക്കുന്നുണ്ട്. എന്നാൽ ഹീറോ അവരെയൊക്കെ തിരിച്ച് അറ്റാക്ക് ചെയ്തു. സോ ഗൈസ്, പിന്നെ റോക്സി ആണെങ്കിൽ സാറ്റലൈറ്റ് തകർത്തു. അങ്ങനെ വില്ലന്റെ സിസ്റ്റം ഫെയിലിയർ ആയി. അതായത് ഇനി മറ്റൊരു സാറ്റലൈറ്റ് കിട്ടിയാൽ മാത്രമേ വില്ലന് തന്റെ മിഷൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് ആവൂ. സോ ഇവിടെ സാറ്റലൈറ്റ് തകർത്തതിനു ശേഷം റോക്സി പാരഷൂട്ട് വെച്ച് ലാൻഡ് ചെയ്തു. ഒരുപാട് പേരെ അറ്റാക്ക് ചെയ്ത് ഹീറോയും ഫ്ലൈറ്റിൽ കയറി. എന്നാൽ വാലന്റൈൻ വീണ്ടും മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നതിന് മുൻപായിട്ട് അവര് വീണ്ടും
വില്ലനെ തടയണം. സോ ഇവിടെ ഹീറോ ആണെങ്കിൽ വീണ്ടും വെപ്പൺസ് എടുത്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. മെർലിൻ വിമാനത്തിൽ വെപ്പൺസ് പിടിച്ച് നിൽക്കുന്നുമുണ്ട്. എന്നാൽ ഇപ്രാവശ്യം നമ്മൾ നോക്കുകയാണെങ്കിൽ വിമാനത്തിന് ചുറ്റും ഒരുപാട് പേര് തോക്കുമായി വളഞ്ഞു. അതേപോലെ ഹീറോനെ ചുറ്റും ഒരുപാട് പേരുണ്ട്. അവർക്ക് എങ്ങനെയും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥ. സോ ഇവിടെ ഹീറോ റോക്സിയെ വിളിച്ച് ഒരു സഹായം ചോദിച്ചു. അതായത് എന്റെ അമ്മയെ വിളിച്ചിട്ട് എന്റെ അനിയനെ ബാത്റൂമിൽ പൂട്ടിയിട്ട് താക്കോല് കളയാനായിട്ട് പറയണമെന്ന്. അതിനുശേഷം മെർലിനോട് ഹീറോ ആർത്തൂറിന്റെ കഴുത്തിൽ നിന്ന് കിട്ടിയ ഇംപ്ലാന്റ് വെച്ച് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ മെർലിനും ഒരു ഐഡിയ കിട്ടി. പിന്നീട് മെർലിൻ ആ ഇംപ്ലാന്റ് വെച്ച് എല്ലാവരും കണക്ട് ചെയ്ത് ഇംപ്ലാന്റ്സ് ആക്ടിവേറ്റ് ചെയ്യുകയാണ്. അതായത് വില്ലന്റെ എല്ലാവരും, അതായത് ഒരാൾ പോലും ബാക്കിയില്ലാതെ വില്ലന്റെ സൈഡിലുള്ള എല്ലാവരും തല പൊട്ടിത്തെറിച്ചു മരണപ്പെടുകയാണ്. അങ്ങനെ ഇപ്പോൾ ആകെ ബാക്കിയുള്ളത് വില്ലനും ഗസലും മാത്രമാണ്. ഹീറോ അവിടെ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഒരു സ്ത്രീ മുട്ടുന്ന ശബ്ദം കേട്ടു. അത് വേറെ ആരുമല്ല, അത് പ്രിൻസസ് ആണ്. സോ പ്രിൻസസ് എന്നെ രക്ഷിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ തീർച്ചയായിട്ടും രക്ഷിക്കും, മറിച്ച് എനിക്കൊരു കിസ് തരുമോ എന്നാണ് കുരുത്തം കേട്ട ഹീറോ ചോദിച്ചത്. പുള്ളിക്കാരിക്ക് എന്തായാലും ഹീറോനെ ഇഷ്ടപ്പെട്ടത് കൊണ്ട് തന്നെ ഞാൻ മോർ ദാൻ എ കിസ് തരും എന്നും പുള്ളിക്കാരി പറയുന്നുണ്ട്. സോ ഇവിടെ റോക്സി ഹീറോന്റെ അമ്മയെ വിളിച്ച് ഹീറോന്റെ സ്റ്റെപ്പ് ബ്രദറിനെ ടോയ്ലറ്റിൽ പൂട്ടിയിടാനായിട്ട് പറഞ്ഞു. എന്നിട്ട് ലോക്ക് ചെയ്ത് താക്കോല് കതകിന്റെ അകത്തെ കൂടി തന്നെ ഇടാനായിട്ടും പുള്ളിക്കാരി പറയാണ്. അമ്മ അതുപോലെ ചെയ്തു. അപ്പൊ ഇവിടെ വില്ലൻ ആ വേവ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതായത് എല്ലാവരെയും സിമ്മിൽ ആ വേവ് ക്രിയേറ്റ് ചെയ്ത് അങ്ങനെ എല്ലാവരും തമ്മിൽ തല്ലുന്നത് കാണാം. ഹീറോന്റെ അമ്മയാണെങ്കിൽ കതക് അടിച്ചു പൊട്ടിക്കാനായിട്ട് നോക്കുകയാണ് മകനെ കൊല്ലാൻ വേണ്ടി. എന്നാൽ ഹീറോ പെട്ടെന്ന് അവിടെ വെടിവെച്ചപ്പോൾ വില്ലൻ ആ മെഷീൻ നിന്ന് കൈയെടുത്തു. അങ്ങനെ അത് ഓഫായി. എല്ലാവരും കൺഫ്യൂസ്ഡ് ആയി എന്താണ് സംഭവിച്ചത് എന്ന് ആലോചിച്ചിട്ട്. അതിനുശേഷം ഗസലും ഹീറോയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ്. അങ്ങനെ വീണ്ടും വില്ലൻ മെഷീനിൽ കൈവച്ച് വേവ്സ് ആക്ടിവേറ്റ് ചെയ്തു. എല്ലാവരും തമ്മിൽ തല്ലുകൂടനെ തുടങ്ങി. അമ്മയാണെങ്കിൽ കതക് തകർത്തു മകനെ കൊല്ലാനായിട്ട് പോവുകയാണ്. എന്നാൽ ഈ സമയം ഹീറോ ഗസൽ എന്ന സ്ത്രീയെ കൊന്നുകളഞ്ഞു. അതിനുശേഷം ഹീറോ വില്ലനെയും കൊന്നുകളയുകയാണ്. മിഷൻ കംപ്ലീറ്റഡ്. ഹീറോ ലോകത്തെ തന്നെ രക്ഷിച്ചു. അങ്ങനെ മിഷൻ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നമ്മളെ കുരുത്തം കെട്ട ഹീറോ ചെയ്തെന്താന്ന് വെച്ചാൽ ഷാമ്പയിൻ ബോട്ടിലും എടുത്തുകൊണ്ട് ഓടുകയാണ്. എവിടത്തേക്ക്? പ്രിൻസസിനെ കാണാനായിട്ട്. അങ്ങനെ പ്രിൻസസിനെ പൂട്ടിയിട്ട് ആ ഒരു സെല്ല് ഹീറോ തുറന്നു കൊടുത്തു. പുള്ളിക്കാരി ഹീറോ വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കഥയുടെ അവസാനം നമ്മുടെ കുരുത്തം കെട്ട ഹീറോയും പ്രിൻസസും ഇഷ്ടത്തിലാവുകയാണ്. ഇനി കഥയുടെ ക്ലൈമാക്സ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ഇതിനേക്കാൾ അടിപൊളിയാണ്. ഹീറോ കോട്ടും സ്യൂട്ടൊക്കെ ധരിച്ച് അമ്മയെ കാണാൻ പോവുകയാണ് സ്റ്റെപ്പ് ഫാദറിന്റെ ബാറിലേക്ക്. അവിടെ ഗുണ്ടകളുമുണ്ട്. അങ്ങനെ അമ്മയോട് ഹീറോ പറയാണ്, അമ്മേ ഞാൻ സ്വന്തമായിട്ട് ഒരു അപ്പാർട്ട്മെന്റ് വാങ്ങിയിട്ടുണ്ട്. ഇനി മുതൽ അമ്മക്ക് എന്റെ കൂടെ അവിടെ നിൽക്കാം. എന്നാൽ ഈ ക്രിമിനൽ സ്റ്റെപ്പ് ഫാദർ ആണെങ്കിൽ ദേഷ്യം പിടിച്ചിട്ട് നമ്മുടെ ഹീറോനെ വളരെ വൃത്തികെട്ട രീതിയിൽ തെറി പറയുകയാണ്. അപ്പോൾ അതൊക്കെ കേട്ടിട്ട് ഹീറോ തിരിച്ചു പോകുന്നത് കാണാം. എന്നാൽ ഹീറോ പേടിച്ചിട്ടല്ല പോകുന്നത്. ഹീറോ ആ കതക് ലോക്ക് ചെയ്യാനായിട്ടാണ് പോയത്. അതായത് പണ്ട് ഹാരി ചെയ്ത അതേ സീനാണ് ഇത്. എന്നിട്ട് ഹാരി പണ്ട് പറഞ്ഞ അതേ ഡയലോഗ് തന്നെ ഹീറോ അവിടെ പറയുകയാണ്. എന്നിട്ട് തന്റെ കയ്യിലുള്ള കൊട വെച്ച് ഗ്ലാസ് എടുത്ത് സ്റ്റെപ്പ് ഫാദറിനെ തലക്ക് എറിഞ്ഞു പൊട്ടിച്ചു. അതിനുശേഷം ഹീറോ വീണ്ടും ഹാരി പണ്ട് ഈ ഗുണ്ടകളോട് പറഞ്ഞ അതേ ഡയലോഗ് പറയുകയാണ്. ആ ഡയലോഗ്സ് കേട്ടപ്പോൾ തന്നെ ഈ ഗുണ്ടകൾക്ക് പേടിയായി. കാരണം അവർക്ക് ഒരു എക്സ്പീരിയൻസ് ഓൾറെഡി ഉണ്ട്. അങ്ങനെ ആ ഗുണ്ടകളൊക്കെ ഹീറോനെ കണ്ട് പേടിച്ച് ഭയന്ന് നിൽക്കുന്നത് കാണാം. എവിടെയാണ് കഥ അവസാനിക്കുന്നത്?